ഇപ്പോൾ SKMJ സ്കൂളിൽ നിന്നും ബിജു പങ്കജ് ചേരുന്നുണ്ട്. അവിടെ ഇന്നത്തെ ദൗത്യം ആരംഭിക്കാനുള്ള സമയമായിരിക്കുന്നു. ബിജു പങ്കജ്, ദൗത്യം ആരംഭിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഹെലികോപ്റ്റർ പറന്നുയരാൻ തയ്യാറെടുക്കുകയാണോ? മോത്തി അല്പസമയത്തിനുള്ള ദൗത്യം ആരംഭിക്കും. ഇന്ന് ഈ ദൗത്യ സംഘത്തിലെ പുതുമുഖം എന്ന് പറയുന്നത് ഈ ആർമി ഡോഗാണ്, കടാവർ ഡോഗ് എന്ന് പറയുന്നത്. ഇത് മൃതദേഹങ്ങളൊക്കെ തിരച്ചിൽ നടത്തി കണ്ടെത്താൻ വൈദഗ്ധ്യമുള്ള തിരച്ചിൽ വിദഗ്ധനായൊരു നായയാണ് ഈ കടാവർ ഡോഗ്. ഇപ്പോൾ ദൗത്യസംഘം ഈ കടാവർ ഡോഗിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഹെലിപ്പാഡിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ, എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ എത്തും. അതിൽ ഈ ആർമി നായയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും ദൗത്യസംഘം പോവുക. ഇന്നലെ നടത്തിയ ആ തിരച്ചിൽ ഫലം കണ്ടില്ല. വളരെ ദുർഘടമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ആർമി നായയുടെ സേവനം കൂടി ഈ ദൗത്യസംഘം തേടുന്നത്. ഇപ്പോൾ ഈ ഹെലിപ്പാഡ് തയ്യാറായി കഴിഞ്ഞു. ആർമിയുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ തിരച്ചിൽ നടത്താനുള്ള 12-അംഗ സംഘവും ഇന്നലത്തെ 12-അംഗ സംഘവും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ ബാക്കി സംസ്ഥാന പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങളും അതുപോലെ ആർമിയിലെ അംഗങ്ങളുമാണ്. ഇന്ന് 2ാം ദിവസമാണ്. ഇന്ന് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് 8 മണിയോടെ തന്നെ ഈ ദൗത്യസംഘങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കോഴിക്കോട് നിന്നാണ് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ വരുന്നതിന് ശേഷം അവർ 2ആയിട്ട് സൂചിപ്പാറ മേഖലയിലേക്ക് പോകും. ഈ ആർമി നായയടക്കം റോപ്പിൽ പ്രത്യേക ബാസ്ക്കറ്റിലാക്കിയിട്ടായിരിക്കും അതിദുർഘടമായ ഈ പ്രദേശത്തേക്ക് ഈ തിരച്ചിൽ സംഘങ്ങളെ ഇറക്കുക. അവിടെ നിന്ന് ഇന്ന് പരമാവധി ഒരു 6 കിലോമീറ്റർ ദൂരമാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇന്നലെ 4 കിലോമീറ്റർ മാത്രമേ വൈദ്യുതി കാരണം നടന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് 6 കിലോമീറ്റർ ദൂരം തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ഏതാണ്ട് 150ഓളം മൃതദേഹങ്ങളാണ് ഇനി കിട്ടാനുള്ളത്. അതിൻ്റെ അവശിഷ്ടങ്ങളെങ്കിലും ഇത്ര ദിവസമാകുമ്പോൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിക്കൊണ്ടിരിക്കുകയാണ് മോത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യസമയത്ത് ഇന്ന് ദൗത്യം നടക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഈ SKMJ സ്കൂളിൽ താൽക്കാലികമായ തയ്യാറാക്കിയ ഹെലിപ്പാഡിലേക്കാണ് ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നത്. എയർഫോഴ്സിൻ്റെ പ്രത്യേക ഹെലികോപ്റ്റർ, അതായത് താഴ്ന്ന് പറന്നുകൊണ്ട് ഇത്തരം മേഖലയിൽ താഴ്ന്നു പറന്നുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി നമുക്കുള്ള എയർഫോഴ്സിൻ്റെ പ്രത്യേക ഹെലികോപ്റ്ററാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 12 തെരച്ചിൽ സംഘങ്ങളും അതുപോലെ കടാവർ ഡോഗും ഒക്കെ തയ്യാറായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ ബിജു പങ്കജ്? അതെ. ഇന്നലെ കനത്ത മഴയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ചെറിയ മേഘാവൃതമായി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണല്ലോ. പക്ഷേ അത് ഈ തെരച്ചിലിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്റർ എത്തുന്നത്. മഴയും മറ്റും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ. ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ 2 ലഫ്റ്റനന്റ് കേണൽമാരാണ് ഈ ഓപ്പറേഷൻ നേതൃത്വം നൽകുന്നത്. അതുപോലെ സംസ്ഥാന പോലീസിലെയും വനംവകുപ്പിലെ 2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും ഈ ദൗത്യത്തിലുണ്ട്. വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് ഈ തിരച്ചിൽ ദൗത്യം എന്ന് പറയാം. കാരണം വളരെ ദുർഘടമായ പ്രദേശത്ത് തിരച്ചിലിനായിട്ട് ദൗത്യസംഘത്തെ കൊണ്ടിറക്കുക. വന്യജീവികളടക്കമുള്ള മേഖലയാണ്. 2 വന ഡിവിഷനുകളുടെ ഉള്ളിൽ ഉള്ള മേഖലയാണ്. അത്തരം ഒരു പ്രദേശത്ത് ഈ ദൗത്യസംഘങ്ങളെ കൊണ്ട് താഴ്ത്തിയിട്ട് അതിനുശേഷം അവരെ നിരീക്ഷിക്കുക, ഇതൊക്കെ ഒരു സവിശേഷമായ ദുർഘടമായ ദൗത്യമെന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിന് ശ്രമകരമായൊരു ദൗത്യം ഇതിനു മുൻപ് ഏതെങ്കിലും സന്ദർഭത്തിൽ വേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലും അന്വേഷണവും ഒക്കെ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അത് വളരെ ദുർഘടമെന്ന് തന്നെ വേണം പറയാൻ, അല്ലേ ബിജു പങ്കജ്? പ്രത്യേകിച്ചും ആ മേഖല അങ്ങനെ ആയതുകൊണ്ട്. തീർച്ചയായും. കാരണം സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയും ഇതിനകത്തുണ്ട്. കാരണം പരമാവധി തെരച്ചിൽ നടത്തുക എന്നുള്ളത്
ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഹെലികോപ്റ്റർ 2ാം ദിവസത്തെ ദൗത്യത്തിനായി ലാൻഡ് ചെയ്യുകയാണ്. ചാലിയാർപ്പുഴയിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തായി തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അതിന്റെ ഭാഗമായി ഇന്നും ഹെലികോപ്റ്ററിൽ പോയി ദൗത്യ സംഘത്തിനെ അവിടെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടക്കുക. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ ഹെലികോപ്റ്റർ SKMJ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ ഹെലിപാഡ് സംവിധാനത്തിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും ഈ വിദഗ്ധ സംഘ അംഗങ്ങളെ കയറ്റി, ഒപ്പം ഒരു കടാവർ നായയുമുണ്ട്. ഈ നായയും കയറ്റിയായിരിക്കും ദൗത്യം ആരംഭിക്കുക. ഇവിടുന്ന് സൂചിപ്പാറയിലേക്ക് പുറപ്പെടുക.